നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില ലഭിക്കാത്തതിനാൽ നെൽകൃഷി കൈവിടാനൊരുങ്ങി കുഴൂരിലെ കർഷകർ. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നെല്ല് കൊടുത്ത കർഷകരാണ് കടക്കെണിയിലായിട്ടുള്ളത്. കുഴൂരിലെ കരിക്കാട്ടുചാൽ പാടശേഖരത്തിൽ 143 ഏക്കർ പാടത്ത് കൃഷി ചെയ്ത 400 ടണ്ണിലധികം നെല്ലാണ് സപ്ലൈകോ കൊണ്ടുപോയത്. 60 കർഷകരാണ് കൃഷി ചെയ്തിരുന്നത്. 3 വർഷം മുൻപ് വരെ 120 കർഷകരാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ നെല്ലിന്റെ വില സമയത്തിന് ലഭിക്കാത്തതും ഉൽപാദന ചിലവ് വർദ്ധിച്ചതും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും കാരണം പകുതി കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറി. ഈ നില തുടർന്നാൽ ഇപ്പോഴുള്ള കർഷകരും കൃഷിയിടത്തിൽ നിന്ന് പിൻവലിയാനാണ് സാധ്യത. ഏപ്രിൽ മാസത്തിൽ PRS ലഭിച്ച കർഷകർ നെല്ലിന്റെ വില കിട്ടാൻ ബാങ്കുകളിൽ കയറിയിറങ്ങി കടുത്ത നിരാശയിലാണ്. കഴിഞ്ഞ വർഷത്തെ നെല്ലിന്റെ പണം ഇപ്പോഴാണ് ലഭിച്ചതെന്നും അതുകൊണ്ട് ഇപ്പോൾ നൽകാനില്ലെന്നുമാണ് ബാങ്കിന്റെ മറുപടിയെന്നും തുമ്പരശ്ശേരി പാടശേഖര സമിതി സെക്രട്ടറി KO വർക്കി പറഞ്ഞു. ഇന്ന് വരെ തുമ്പശ്ശേരി പാടശേഖരത്തിൽ ഒരു കർഷകർക്കും ഒരു പൈസയും ലഭിച്ചതും അറിയാൻ കഴിഞ്ഞിട്ടില്ല. 90% കർഷകരും അന്നന്നത്തെ വഴിക്ക് ഗതിയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും കെട്ടുകാരി പോലും പണയം വെച്ചാണ് കൃഷി ഇറക്കുന്നത്. ആ കൃഷിയിൽ കിട്ടുന്ന നെല്ല് സപ്ലൈ വഴി കൊടുത്തിട്ട് ഇന്ന് വരെ നെല്ല് കിട്ടാതെ ഈ പലരും ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്താണ് പല കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്. TCV ന്യൂസ്, മാള.